ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് വെക്ടർ സ്പേസും രണ്ടാമത്തത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓപ്പറേഷൻസ് എന്നും പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടർ സ്പേസിന്റെ ഡെഫിനേഷൻ പഠിക്കുന്നത്. ഇപ്പോൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ടുഗദർ വിത്ത് ടു ഓപ്പറേഷൻസ്. എന്താണ് വെക്ടർ സ്പേസ്? വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് മൂന്ന് പേരുടെ കോമ്പിനേഷനാണ്. ആരൊക്കെ ഈ മൂന്ന് പേര്? ഒരാള് സെറ്റ്, പിന്നെ രണ്ടു പേര് ഓപ്പറേഷൻസ് ആണ്. അതിലത്തെ ഓപ്പറേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഒന്നാമത്തെ ആളിനെ വിളിക്കും വെക്ടർ അഡീഷൻ എന്നും. വെക്ടർ അഡീഷനെ നമ്മൾ പ്ലസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്പറേഷനെ നമ്മൾ വിളിക്കുന്നത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, അത് നമ്മൾ ഡോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ മൂന്ന് പേരും അടങ്ങുന്ന ഈ കോമ്പിനേഷൻ, ഇവര് 10 കണ്ടീഷൻസ്, ഞാൻ ഒരു 10 കണ്ടീഷൻസ് പറയും. ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് വെക്ടർ സ്പേസ്. സോ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഒരു സെറ്റ്, ആ സെറ്റ് നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ കൂടെ ആരുണ്ട്? രണ്ട് ഓപ്പറേഷൻസ്. ആരൊക്കെയാണ്? വെക്ടർ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും. ഇവരെ തന്നെയാണ് നമ്മൾ വെക്ടർ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇവര് വെക്ടർ സ്പേസ് ആവണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? 10 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ വെക്ടർ സ്പേസ്. ഇനി എന്താണ് ആ 10 പ്രോപ്പർട്ടീസ്? അത് നമുക്ക് നോക്കാം. ഈ 10 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യം 5 പ്രോപ്പർട്ടീസ്, പിന്നെ വേറെ 5 പ്രോപ്പർട്ടീസ്. ഈ ഫസ്റ്റത്തെ 5 പ്രോപ്പർട്ടീസ് ആദ്യത്തെ ഓപ്പറേഷൻ ഉള്ളതാണ്. ആദ്യത്തെ ഓപ്പറേഷന്റെ പേര് എന്താ ടീച്ചർ പറഞ്ഞത്? വെക്ടർ അഡീഷൻ. അത് നമ്മുടെ പ്ലസ്. ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ, ഇതും 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 10 ആയി. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി. ദാറ്റ് ഇസ് വി എന്ന് പറഞ്ഞ സെറ്റ്, നമ്മുടെ കയ്യിൽ സെറ്റ് ഉണ്ടല്ലോ, വി എന്ന് പറഞ്ഞ സെറ്റ്. ആ സെറ്റിലെ 2 എലമെന്റ് എടുക്കുക, ഇഷ്ടമുള്ള 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ വിയിൽ തന്നെ ഉണ്ടാവണം. അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. ഇതിനെയാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. ഇനി അടുത്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, മിസ്സേ പ്ലസ് എന്ന് പറയുന്നത് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് അല്ലേ, പിന്നെ എന്തിനാ അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യം? ഇവിടെയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള അഡീഷൻ അല്ല, ഇത് വെറും സിമ്പിൾ മാത്രമാണ്. ഈ പ്ലസ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം ഓപ്പറേഷൻ, ചുമ്മാ സിമ്പിൾ ആയിട്ട് ഡിനോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്ലസ് എന്ന് വെക്ടർ അഡീഷൻ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള അഡീഷൻ ആവണമെന്ന് നിർബന്ധമില്ല. ചില പ്രോബ്ലംസിൽ നമ്മൾ പഠിച്ച അഡീഷൻ ആവാം, എന്നാൽ ചില ക്വസ്റ്റ്യൻസിൽ പ്ലസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാവാം. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാവും. മൂന്നാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഈ വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. നാലാമത്തെ സീറോ വെക്ടർ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ നെഗറ്റീവ് വെക്ടർ ഉണ്ടായിരിക്കണം. സീറോ വെക്ടർ എന്താന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് there exists a unique vector 0 in V such that a plus 0 equal to a for every a belongs to V. V എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു a എടുത്താലും ആ എയുടെ കൂടെ ഈ സീറോ വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? a തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഈ ഒരു എലമെന്റ് അത് എവിടെ ഉണ്ടായിരിക്കണം? V എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഏതൊരു എ എടുത്താലും മൈനസ് എ ഏതിനുണ്ടാവണം? വി എന്ന് പറയുന്ന സെറ്റിനുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ആദ്യത്തെ 5 പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് 5 പ്രോപ്പർട്ടി? ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, പിന്നെ സീറോ വെക്ടർ എക്സിസ്റ്റ് ചെയ്യണം. ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ നെഗറ്റീവ് വെക്ടറും വി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണം. ഇനി അടുത്ത പ്രോപ്പർട്ടി ആറാമത്തെ, അത് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓപ്പറേഷന്റെ പേര് കെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കെയിലാണ്. അതായത് ഏതെങ്കിലും ഒരു നമ്പറാണ് കെ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ റിയൽ ആവാം, നാച്ചുറൽ നമ്പർ ആവാം, എന്ത് വേണേലും. കെ എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ. എ എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്. അതായത് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ വി എന്ന് പറഞ്ഞൊരു സെറ്റ്, അതിലത്തെ ഒരു എലമെന്റ്. അങ്ങനെയാണെങ്കിൽ ഈ കെനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എവിടെ ഉണ്ടാവണം? വി എന്ന് പറയുന്ന സെറ്റിൽ തന്നെ ഉണ്ടാവണം. അതാണ് ആറാമത്തെ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കെ എ പ്ലസ് കെ ബി ആയിരിക്കണം. അപ്പോൾ കെ ഇൻറ്റു എ പ്ലസ് ബി കാണണം, അതുപോലെ കെ എ പ്ലസ് കെ ബി കാണണം. ഇത് രണ്ടും
ഈക്വൽ ആവണം. എട്ടാമത്തെ പ്രോപ്പർട്ടി k1 പ്ലസ് k2 ഇൻറ്റു എ ഈക്വൽ ടു k1a പ്ലസ് k2a ആയിരിക്കണം. ഇവിടെ k1ഉം k2ഉം എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്, a എന്ന് പറയുന്നത് വെക്ടറാണ്. അതായത് a എന്ന് പറയുന്ന എലമെന്റ് വിയിൽ എലമെന്റ് ആണ്. ഒൻപതാമത്തെ പ്രോപ്പർട്ടി k1 k2 ഇൻറ്റു എ ഈക്വൽ ടു k1 ഇൻറ്റു k2a അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പോലെ. പത്താമത്തെ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന നമ്പറിനെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a തന്നെ കിട്ടണം. ഇതാണ് 10 പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. 1, 2, 3 തൊട്ട് 10 വരെ ഓരോ പ്രോപ്പർട്ടീസും ബൈ ഹാർട്ട് പഠിക്കുക. ഈ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കൊരു ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റ് തരും. സെറ്റ് മാത്രം അല്ല തരിക, കാരണം 2 ഓപ്പറേഷൻസും കൂടെ തരും. അപ്പോൾ ഒരു സെറ്റും 2 ഓപ്പറേഷൻസും തന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും ഇത് വെക്ടർ സ്പേസ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ്, അല്ലെങ്കിൽ വെക്ടർ സ്പേസ് അല്ല. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് together with the operations our usual addition and scalar multiplication is a vector space. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കറിയാം എന്തെന്നാ തരിക, ഒരു സെറ്റ് തരും, 2 ഓപ്പറേഷൻസ് തരും, അത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്ന സാധാരണ അഡീഷനും നമുക്കറിയാവുന്ന സാധാരണ മൾട്ടിപ്ലിക്കേഷനും. ഈ 3 പേരും വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആൻസർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വി പ്ലസ് ഡോട്ടിന് പകരം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വി എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. ഇവിടുത്തെ പ്ലസ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്താ? സാധാരണ നമ്മുടെ അഡീഷൻ. സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ അത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാം? ഓരോ പ്രോപ്പർട്ടി എടുക്കുക, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുള്ള സെറ്റ് റിയൽ നമ്പേഴ്സ് ആണെന്ന് ഓർക്കണം. നമുക്കറിയാവുന്നതാണ് റിയൽ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഏത് 2 റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് റിയൽ നമ്പർ തന്നെയാണ്. ദാറ്റ് ഈസ് ഫോർ എനി എ ബിലോങ്സ് ടു ആർ ആൻഡ് ബി ബിലോങ്സ് ടു ആർ, എ പ്ലസ് ബി ബിലോങ്സ് ടു ആർ തന്നെയായിരിക്കും. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ കമ്മ്യൂട്ടേറ്റീവ്. പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ അഡീഷൻ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ആണ്. അതും അണ്ടർസ്റ്റുഡ് ആണ്. കാരണം എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇത് ഇത്രയും പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എങ്ങനെയത് കിട്ടുന്നത്? കാരണം നമ്മുടെ കയ്യിലുള്ള സെറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സിൽ നമ്മുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധാരണ അഡീഷനും സാധാ മൾട്ടിപ്ലിക്കേഷനും ആണ്. നമുക്കറിയാവുന്നതാണ് അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാലും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നത്തിങ് ടു പ്രൂവ് മോർ. നെക്സ്റ്റ് സീറോ വെക്ടർ. നമ്മുടെ കയ്യിലുള്ള സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് അല്ലേ. റിയൽ നമ്പേഴ്സിൽ 0 എന്ന് പറയുന്ന വെക്ടർ ഉണ്ടോ? ഉണ്ട്. 0 എന്ന് പറയുന്ന ആളില്ലേ റിയൽ നമ്പേഴ്സിൽ? സോ 0 വെക്ടർ ഉണ്ട്. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നെഗറ്റീവ് വെക്ടർ. ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ നെഗറ്റീവ് വെക്ടർ റിയൽ നമ്പേഴ്സിൽ ഉണ്ടായിരിക്കുമോ? ഇപ്പോൾ 3 എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു R-ൽ, -3 R-ലുണ്ടോ? ഉണ്ട്. കാരണം എന്താ? 3 റിയൽ നമ്പർ ആണ്, അങ്ങനെയാണെങ്കിൽ -3 റിയൽ നമ്പർ തന്നെയാണ്. സോ ഏതൊരു എ എടുത്താലും -a ബിലോങ്സ് ടു ആർ ആയിരിക്കും. സോ നെഗറ്റീവ് വെക്ടറും ആർ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. സോ ആദ്യത്തെ 5 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇത് ഈസി ആയിട്ട് പറയാൻ പറ്റും, കാരണം റിയൽ നമ്പേഴ്സ് ആണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന അഡീഷനും മൾട്ടിപ്ലിക്കേഷനാണ്. ഇനി അടുത്ത 5 പ്രോപ്പർട്ടി. എ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലെ എലമെന്റ് ആണ്. കെ എന്ന് പറയുന്നത് സ്കെയിലർ ആണ്. സ്കെയിലർ എന്ന് പറയുന്നത് നമ്പർ ആണ് കേട്ടോ. സ്കെയിലർ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അതുകൊണ്ട് സോ കെ ബിലോങ്സ് ടു ആർ തന്നെ ആയിരിക്കും. 2 നമ്പറും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെവിടെ വന്ന് അത് ഏത് സെറ്റിൽ എലമെന്റ് ആയിരിക്കും? ആറിൽ എലമെന്റ് ആയിരിക്കും. സോ 6ാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. 6ാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? കെ എന്ന് പറയുന്നൊരു സ്കെയിലറും എ എന്ന് പറയുന്നത് വിയും ആണെങ്കിൽ കെ എ ബിലോങ്സ് ടു വി ആയിരിക്കണം. ശരി തന്നെയല്ലേ? ഇവിടുത്തെ വിക്ക് പകരം ആറാണ്. സോ കെ എ ബിലോങ്സ് ടു ആറാണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. What about this one? K into A plus B. This we know that it is equal to KA plus KB because
അഡീഷനും സാധാ മൾട്ടിപ്ലിക്കേഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് നമ്മൾ കുഞ്ഞി ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. ദെൻ വാട്ട് അബൌട്ട് ദിസ് k1 പ്ലസ് k2 ഇൻറ്റു എ ഇറ്റ് ഈസ് ഈക്വൽ ടു k1a പ്ലസ് k2a. ഇതും നമുക്ക് ഓൾറെഡി അറിയാവുന്ന തിങ്ങാണ്. നമ്മൾ പഠിച്ചുള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് ദിസ് k1 ഇൻറ്റു k2 ഇൻറ്റു എ. വാട്ട് അബൌട്ട് 10th one 1 ഇൻറ്റു എ. നമ്മുടെ റിയൽ നമ്പറിൽ 1 ഇൻറ്റു എ എടുത്തു കഴിഞ്ഞാൽ എത്ര ആൻസർ വരിക? എ തന്നെയല്ലേ. സോ 10th പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ 10 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ടുഗദർ വിത്ത് അവർ യൂഷ്വൽ അഡീഷൻ ആൻഡ് അവർ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ വെക്ടർ സ്പേസ്. ഏത് എക്സാം പേപ്പർ നോക്കിക്കഴിഞ്ഞാലും വെക്ടർ സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സെറ്റ് തന്നിട്ടുണ്ടാവും, 2 ഓപ്പറേഷൻസ് തന്നിട്ടുണ്ടാവും. നമ്മളോട് വെക്ടർ സ്പേസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ 10 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ്, അല്ലെങ്കിൽ വെക്ടർ സ്പേസ് അല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, check whether the set of positive real numbers together with our usual addition and usual multiplication is a vector space. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ വി പ്ലസ് ഡോട്ട് എന്ന് പറയുന്ന പകരം എന്താ തന്നിരിക്കുന്നത്? വിക്ക് പകരം പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന സാധാരണ അഡീഷൻ, ഡോട്ട് എന്ന് പറയുന്നത് അറിയാവുന്ന സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ, അത് ഞാൻ ഡോട്ട് എന്ന് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഇത് നമുക്ക് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. ചെക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ആൻസർ പറയണം. സോ ആൻസർ ഫസ്റ്റ് പ്രോപ്പർട്ടി ഏതാ? ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം ഒരു എ എന്ന് പറഞ്ഞ എലമെന്റ് ആർ പ്ലസിലെടുത്തു, ബി എന്ന് പറയുന്ന എലമെന്റ് ആർ പ്ലസിലെടുത്തു. അതായത് എയും ബിയും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പോസിറ്റീവ് ആയിരിക്കുമോ? ആയിരിക്കും. സോ ഇറ്റ് ബിലോങ്സ് ടു ആർ പ്ലസ്. എ പോസിറ്റീവ് എലമെന്റ് ആണ്, ബി പോസിറ്റീവ് എലമെന്റ് ആണ്. സോ എ പ്ലസ് ബി എന്തായിരിക്കും? പോസിറ്റീവ് എലമെന്റ് ആയിരിക്കും. സോ അത് ആർ പ്ലസിലുണ്ട്. സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ആർ പ്ലസിൽ ഏത് 2 എലമെന്റ് എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്തു, എ പ്ലസ് ബി കണ്ടാലും ബി പ്ലസ് എ കണ്ടാലും സെയിം അല്ലേ? അഡീഷൻ എന്തായാലും എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആണ്. സാധാരണ നമ്മൾ പഠിച്ചുള്ള യൂഷ്വൽ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. യൂഷ്വൽ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് ആണെന്ന് നമുക്കറിയാം. യൂഷ്വൽ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. വാട്ട് അബൌട്ട് സീറോ വെക്ടർ? നമ്മുടെ സീറോ വെക്ടർ എന്ന് പറയുന്നത് ആരാ? 0. അത് ആർ പ്ലസിലുണ്ടോ? ഇല്ല അല്ലേ? 0 എന്ന് പറയുന്നത് ആർ പ്ലസിലുണ്ടോ? ഇല്ല. അപ്പൊ നാലാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. കാരണം വെക്ടർ സ്പേസ് ആവണമെങ്കിൽ ഒരു സീറോ വെക്ടർ ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. ഇവിടെ സീറോ വെക്ടർ ആർ പ്ലസിലുണ്ടോ? ഇല്ല. സോ ഫോർത്ത് പ്രോപ്പർട്ടി ഡസ് നോട്ട് സാറ്റിസ്ഫൈ. സോ വി ക്യാൻ സേ ദാറ്റ് ആർ പ്ലസ് ഡോട്ട് ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. അപ്പോൾ മനസ്സിലായി? കഴിഞ്ഞ എക്സാമ്പിളിൽ 6 എടുത്തപ്പോൾ വെക്ടർ സ്പേസ് ആയിരുന്നു, ഓപ്പറേഷൻസ് സെയിം ആണ്. പക്ഷെ ആ സെറ്റിന് 6 എന്ന് പറഞ്ഞ സെറ്റിന് പകരം ആർ പ്ലസ് എടുത്തപ്പോഴോ അത് വെക്ടർ സ്പേസ് അല്ല. ഇതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ആ ഡെഫിനേഷൻസും നോട്ടിൽ എഴുതണം കേട്ടോ. താങ്ക് യു. ഒരു കാര്യം വിട്ടുപോയി, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വെക്ടർ സ്പേസിലുള്ള വെക്ടർ അഡീഷൻ, സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന യൂഷ്വൽ അഡീഷനും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനും ആകണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യനിലും യൂഷ്വൽ അഡീഷനും യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷനുമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ അതല്ലാത്ത പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഓക്കെ.